തിരുവട പർവ്വതത്തിന്റെ താഴ്വാരത്ത് ഒരു വലിയ സരസിൽ ആനക്കൂട്ടങ്ങളോടൊപ്പം നേതൃത്വം കൊടുത്തുകൊണ്ട് വെള്ളം കുടിക്കാനായി വരുന്ന ഒരു ആനയുടെ കഥയാണ്. ആ ഗജേന്ദ്രൻ വന്ന് വെള്ളം കുടിക്കുന്ന വേളയിൽ ഈ ഗജേന്ദ്രന്റെ കാലുകളും മുതല പിടികൂടി. ഈ മുതലയാകട്ടെ ഈ ഗജേന്ദ്രനെ താഴേക്ക് വലിച്ചു താഴ്ത്താൻ ശ്രമിക്കുകയാണ്. ഈ മുതലയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ആ ഗജേന്ദ്രൻ പരമാവധി തൻ്റെ ബലമെടുത്ത് പ്രയോഗിച്ചു. ഇപ്പം നമുക്കറിയാം, ആനയുടെയും മുതലയുടെയും ബലം നോക്കുമ്പോൾ ബലം കൂടുതൽ സ്വാഭാവികമായി ശാരീരിക ബലം കൂടുതലായിരിക്കാം ആനയ്ക്കാണ്. പക്ഷേ ഇവിടെ വിധിവൈരുദ്ധ്യം എന്ന് പറയട്ടെ, ആനയ്ക്ക് എത്ര ശ്രമിച്ചിട്ടും രക്ഷപ്പെടാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, കൂടെ ഉണ്ടായിരുന്ന ആനകളും ഈ ആനയെ സഹായിക്കാൻ വേണ്ടി ശ്രമിച്ചു. അവർക്കും ഈ ആനയെ രക്ഷിക്കാൻ സാധിക്കാത്ത അവസ്ഥ സംജാതമായി. അങ്ങനൊരു സാഹചര്യം ഉണ്ടായ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ആനകൾക്ക് മനസ്സിലായി, ഇനി ഞങ്ങൾ സഹായിക്കാൻ നിന്നാൽ ഇവൻ ചിലപ്പോൾ വെള്ളത്തിനടിയിലേക്ക് പോകുമ്പോൾ ഞങ്ങളെ കൂടി തുമ്പി കൈകൊണ്ട് പിടിച്ച് താഴ്ത്തിയാലോ എന്നുകൊണ്ട് മനസ്സിലായില്ലേ? കഷ്ടകാലത്തിൻ്റെ പൂർണ്ണ അവസ്ഥയിൽ നമ്മുടെ ബന്ധുമിത്രാദികൾ നമ്മളെ ഉപേക്ഷിച്ച് മാറുന്നത് പോലെ തന്നെ അങ്ങനല്ലേ, നമ്മളെ രക്ഷിക്കാൻ വന്നാൽ അവരും കൂടി ആപത്യപ്പെട്ടു എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ രക്ഷിക്കാനുള്ളവർ വരുമോ? മനസ്സിലായില്ലേ? എല്ലാവരും നമ്മളെ രക്ഷിക്കാൻ വരുന്നത് എപ്പോഴാണ്? അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തിക്കൊണ്ടാണ്. അതിനപ്പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് അവര് നമ്മളെ ഉപേക്ഷിച്ചു. മനസ്സിലായില്ലേ? നമ്മൾ വിചാരിക്കുന്നത് അങ്ങനെയൊന്നുമല്ല. ഏത് ആപത്ത് വന്നാലും എന്നെ രക്ഷിക്കാൻ ബന്ധുക്കളും മിത്രാദികളും അല്ലേ, ഭാര്യയും മക്കളും ഭർത്താവും ഒക്കെ ഉണ്ടാവും കൂടെ. ഇതൊക്കെ തെറ്റായ ധാരണയാണ്. അവരുടെ നില പരിഗണനാവുന്ന സാഹചര്യം വന്നാൽ മനസ്സിലായില്ലേ, നമ്മളെ രക്ഷിക്കാനുള്ള പ്രവർത്തനത്തിൽ അവർക്കും കൂടി നില തെറ്റുമെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? നമ്മളെ കൈവിടും. അതിന് യാതൊരു സംശയവും വേണ്ട. അതിന് എത്ര പ്രിയപ്പെട്ടവരാണെങ്കിലും ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവിടെയും അതേ അവസ്ഥ തന്നെ ഉണ്ടായി. കൂടെ ഉണ്ടായിരുന്ന ആ കൊമ്പനാനയോടൊപ്പം രസിച്ചിരുന്ന എല്ലാ ആനകളും മനസ്സിലായില്ലേ, ഇത്രയും നാൾ പ്രിയപ്പെട്ടവരെന്ന് കരുതി കൊണ്ടു നിർത്തുന്നവരെല്ലാം അവിടെ ഗജേന്ദ്രനെ ഉപേക്ഷിച്ചു. അവരവിടെ നിന്ന് രക്ഷ പ്രാപിച്ചു പോവുകയും ചെയ്തു. ഈ ഗജേന്ദ്രനാകട്ടെ ഇങ്ങനൊരു അവസ്ഥയിൽ തൻ്റെ ബലം, ശാരീരികമായ തൻ്റെ എല്ലാ ബലവും പരാജയപ്പെട്ടു വന്നപ്പോൾ ഇനി എങ്ങനെയാണ് രക്ഷപ്പെടാൻ, ആരെയാണ് ശരണം പ്രാപിക്കേണ്ടത് എന്ന് അവസാനത്തെ നിമിഷത്തിൽ, കാരണം ഇനി മറ്റാരുടെയെങ്കിലും സഹായമില്ലാതെ തനിക്ക് രക്ഷപ്പെടാനാവില്ല, തൻ്റെ സ്വന്തം ശക്തി തന്നെ രക്ഷിക്കാൻ ഉതകുന്നതല്ല എന്ന് ബോധ്യപ്പെട്ടു. അപ്പോൾ ആ അവസാനത്തെ ആശ്രയം എല്ലാവരും ആരിലേക്കായിരിക്കും തിരിയുന്നത്? ഈശ്വരനിലേക്ക് ആയിരിക്കും. അതുവരെ നമ്മളെല്ലാവരും നമ്മുടെ കഴിവ് കൊണ്ട് രക്ഷപ്പെടാം എന്ന് വിചാരിച്ച് അല്ലേ എല്ലാ പരിശ്രമവും നടത്തും. എല്ലാ പരിശ്രമവും അവസാനിക്കുമ്പോഴല്ലേ നമ്മളെല്ലാവരും എല്ലാ സമയത്തും ഈശ്വരനെ തേടുന്നത്? അവസാന ഘട്ടത്തിൽ അല്ലേ? നമ്മൾ ഭാഗവത് തുടങ്ങിയ സമയത്ത് തന്നെ പറഞ്ഞു, പാഞ്ചാലിയുടെ ഉദാഹരണം പറഞ്ഞിട്ട്, പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപത്തിൻ്റെ പ്രതിസന്ധിയിൽ പാഞ്ചാലി അവിടെ ആദ്യമേ ഭഗവാനെ അല്ല ആശ്രയിച്ചത്. അവിടെ ഭീഷ്മരെ, ധൃതരാഷ്ട്രരെ, തൻ്റെ ഭർത്താക്കന്മാരെ, മനസ്സിലായില്ലേ, ഇവരെല്ലാവരും നിസ്സഹായരാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ആരെ ആശ്രയിച്ചു? ഭഗവാനെ. അതുവരെയും ആ ദുഃഖം മുഴുവൻ ആര് സഹിക്കേണ്ടി വന്നു? പാഞ്ചാലി സഹിക്കേണ്ടി വന്നു. ഇവിടെ അതിൻ്റെ തന്നെ മറ്റൊരു പ്രതിഫലനമാണ് ഗജേന്ദ്ര മോക്ഷം. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഗജേന്ദ്രൻ അവസാനം അവിടെ ഉണ്ടായിരുന്ന ഒരു താമര പുഷ്പം അത് കയ്യിലേക്ക് പൊട്ടിച്ചെടുത്ത് അത് ആകാശത്തേക്ക് തുമ്പിക്കൈകൊണ്ട് ഉയർത്തിപ്പിടിച്ച് തൻ്റെ പൂർവ്വജന്മത്തിൻ്റെ സ്മരണ വന്നപ്പോൾ, മനസ്സിലായില്ലേ, ആ പൂർവ്വജന്മത്തിൻ്റെ സ്മരണ വന്നപ്പോൾ ആ താമര ഉയർത്തിപ്പിടിച്ച് ഭഗവാനെ ആശ്രയിച്ച് തപസ് ചെയ്തിരുന്ന ഇന്ദ്രദ്യുമൻ എന്ന് പറയുന്ന രാജാവാണ് ഇവിടെ ഗജേന്ദ്രനായി ഒരു ശാപനിമിത്തം വന്നത്. ആ രാജാവ് സാക്ഷാൽ ഭഗവാൻ വിഷ്ണുവിനെ പൂജിച്ചുകൊണ്ട് ധ്യാനിച്ച് ഇരിക്കുന്ന വേളയിൽ ആ സ്ഥലത്തേക്ക് അഗസ്ത്യ മഹർഷി കടന്നു വന്നു. ഈശ്വര പൂജയിൽ മനസ്സർപ്പിച്ചിരുന്നുകൊണ്ട് അഗസ്ത്യ മഹർഷിയെ കണ്ടപ്പോൾ എഴുന്നേക്കാനോ അദ്ദേഹത്തെ സൽക്കരിച്ചിരുത്താനോ ആര് തയ്യാറായില്ല? ഇന്ദ്രദ്യുമൻ തയ്യാറായില്ല. ആ സമയത്ത് അഗസ്ത്യ മഹർഷി തന്നെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നീ ഒരു മത്ത ഗജമായി പോകട്ടെ എന്ന് ശപിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ ആര് വന്നത്? ഇവിടെ ഈ ആനയായിട്ട് വന്ന് ജനിക്കേണ്ടി വന്നു. അപ്പോൾ ആ പൂർവ്വജന്മത്തിൽ ഭഗവാന്റെ പൂജകൾ അനുഷ്ഠിച്ചത് കൊണ്ടും ഭഗവാനെ പ്രാർത്ഥിച്ചിരുന്ന ഭക്തനായതുകൊണ്ടും പൂർവ്വജന്മ സ്മരണ വന്നപ്പോൾ തനിക്ക് ആശ്രയിക്കാൻ ഒരേ ഒരു പാദമേ ഉള്ളൂ,
അന്നും ആ ഭഗവാനെ ആശ്രയിച്ചിരുന്നത് കൊണ്ടാണ് ശാപത്തിന് കാരണമായത്. അതുകൊണ്ട് ഭഗവാനെ ഞാൻ അറിഞ്ഞുകൊണ്ടല്ല, നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാൻ അന്നും നിന്റെ പൂജ മുടക്കാതിരുന്നത്. ഇപ്പോഴാകട്ടെ ഞാൻ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുമ്പോൾ എന്നെ രക്ഷിക്കുവാൻ നീയല്ലാതെ ഈ ജഗത്തിൽ മറ്റാരുമില്ല. എൻ്റെ ഈ ശാരീരികമായ ശക്തിയിലൊക്കെ ഞാൻ അഹങ്കരിച്ചിട്ടാണ് ഞാൻ ഈ വലിയൊരു ആനയാണെന്നൊക്കെ പറഞ്ഞ് കാടും കുലുക്കി മേടും കുലുക്കിയൊക്കെ മറ്റാനകളോടൊപ്പം നടന്നത്. പക്ഷേ ആ ശാരീരികമായ ശക്തിയും മറ്റു ശാരീരഭാവത്തിൻ്റെ ബലമൊക്കെ നിസ്സഹായമാകും ജീവിതത്തിൽ. ആ ബോധം എനിക്ക് വന്നിരിക്കുന്നു. അതുകൊണ്ട് എന്നെ രക്ഷിക്കുവാൻ നീ മാത്രമാണ് ഏക ശരണം. അതിനാൽ നീ എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് ഞാനിതാ എന്നെ നിന്റെ പാദത്തിലേക്ക് സമർപ്പിക്കുകയാണ്. ഞാൻ എന്നെ നിന്നിലേക്ക് സമർപ്പിക്കുന്നു. അവിടെ ദേഹാഭിമാന ബോധം പോകുമ്പോൾ മാത്രമേ ഒരു ഭക്തന് സ്വയം സമർപ്പിതമാവാൻ സാധിക്കുകയുള്ളൂ. അതുവരെ അവൻ ഞാനെന്ന ഭാവം കൊണ്ട് ഭഗവാന്റെ മുമ്പിൽ പോയി കൈകൂപ്പിയാലും അവനൊരകലം ഉണ്ടാക്കും ഭഗവാൻ എന്ന്. മനസ്സിലായില്ലേ? ഞാനെന്ന ഭാവത്തിൻ്റെ ഒരകലം. ഇവിടെ ഞാനെന്ന ഭാവം പൂർണ്ണമായിട്ടും എന്തായി? ഇല്ലാണ്ടായി. കാരണം ആ ഞാനെന്ന ഭാവം കൊണ്ട് രക്ഷയുണ്ടോ? ഇല്ല. ആ ദേഹം കൊണ്ട് രക്ഷയുണ്ടോ? ഇല്ല. അത് സ്വയം അനുഭവത്തിലേക്ക് എത്തിയപ്പോൾ അവിടെ ആ ഭാവങ്ങളെല്ലാം അകന്ന് ആത്മസമർപ്പണം ചെയ്തു. ഭഗവാനെ, ഞാൻ ഈ നിന്റെ മുന്നിലേക്ക് ഉയർത്തുന്ന ഈ താമര പുഷ്പം അത് കേവലം ഈ ജലത്തിലെ ഒരു പൂവല്ല, അത് ഞാൻ എന്നെയാണ് നിന്നിലേക്ക് തരുന്നത്. മനസ്സിലായില്ലേ? ആ എന്നെയാണ് ഞാനിതാ ഈ പൂവായി നിന്റെ പാദത്തിൽ സമർപ്പിക്കുന്നതെന്ന ആ മാനസ സമർപ്പണം ആര് ചെയ്തു? ഗജേന്ദ്രൻ ചെയ്തു. അപ്രകാരം ഗജേന്ദ്രൻ ചെയ്യുന്ന നിമിഷം തന്നെ ഗരുഡവാഹകനായി ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ആ ഭഗവാൻ നേരെ തൻ്റെ സുദർശന ചക്രം കൊണ്ട് ആ മുതലയെ രണ്ടായി പകുത്ത് ആ മുതലയിൽ നിന്ന് ഗജേന്ദ്രനെ മോചിപ്പിച്ചു. ഇവിടെ മുതലയായി വരുന്നത് ഒരു ഗന്ധർവൻ ശാപം നിമിത്തം, കുഹു എന്ന് പറയുന്ന ഒരു ഗന്ധർവൻ ശാപം നിമിത്തമാണ് മുതലയായി വന്നത്. ഭഗവാന്റെ സുദർശനത്തിന്റെ സ്പർശനം കിട്ടിയതോടുകൂടി അജ്ഞാനത്തിന്റെ ഫലമായി ശാപം ലഭിച്ച ആ ഗന്ധർവന് ശാപമോക്ഷം ലഭിച്ചു. ഗജേന്ദ്രനെ ഭഗവാൻ അനുഗ്രഹിച്ചു. ഗജേന്ദ്രനും മോക്ഷം ലഭിച്ചു. എപ്പോഴാണ് ഗജേന്ദ്രന് മോക്ഷം ലഭിച്ചത്? ഞാനെന്ന ഭാവം അകന്നപ്പോൾ. അപ്പം നമുക്കും ഭഗവാന്റെ മോക്ഷം ലഭിക്കേണ്ടത് എപ്പോഴാ? മരിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ മുതല പിടിച്ച് വെള്ളത്തിൽ മുക്കിയിട്ട് ഭഗവാൻ വന്നാൽ പോരായിരുന്നു. അപ്പം മരിച്ചു കഴിഞ്ഞിട്ട് കിട്ടേണ്ടതല്ല മോക്ഷം, ജീവിച്ചിരിക്കുമ്പോൾ കിട്ടേണ്ടതാണ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ധ്രുവചരിതം പറഞ്ഞപ്പോഴും പറഞ്ഞു, മോക്ഷം ലഭിക്കേണ്ടതിന് ഇന്ന പ്രായം വരെ കാത്തിരിക്കേണ്ടതില്ല, എത്രയോ നേരത്തെ ലഭിക്കാൻ ഭാഗ്യമുണ്ടായാൽ അത്രയും നേരത്തെ നേടാൻ പരിശ്രമിക്കുക. അപ്പൊ ഇവിടെ ഗജേന്ദ്രന് മോക്ഷം ലഭിച്ചു. മോക്ഷം ലഭിച്ചു എന്ന് പറഞ്ഞാൽ ആ ഗജേന്ദ്രന് ഞാനെന്ന ഭാവം ഇല്ലാണ്ടായി. ഞാനെന്ന ഭാവം ഇല്ലാണ്ടാകുമ്പോൾ പിന്നെ സ്വയം ആത്മാനന്ദം എന്ന അനുഭൂതിയിലേക്ക് ആ മനസ്സ് ലയിക്കും. അവിടെ പിന്നെ മനസ്സില്ല. ഈ മനസ്സാണ് പ്രശ്നത്തിന്റെ മുഴുവൻ കാരണക്കാരൻ. അതങ്ങ് ഇല്ലാണ്ടാവും. അതായത് ഞാൻ വേറിട്ടതാണ് എന്ന തോന്നല് മുഴുവൻ ഉളവാക്കുന്ന, ഞാൻ ഈ ജീവനാണ് ദേഹമാണെന്ന ബോധം ഉളവാക്കുന്നത് ആരാ? മനസ്സാണ്. മനസ്സിലായില്ലേ? മനസ്സിന്റെ ഭാവമാണ് ഈ ചിന്താഗതികൾ, ഈ പ്രപഞ്ചവുമായി നമ്മളെ ബന്ധിപ്പിക്കുന്ന ആരാ? മനസ്സാണ്. കാരണം പ്രപഞ്ചത്തെ കാണുന്നതും കേൾക്കുന്ന ഇന്ദ്രിയങ്ങളാണ്. ഇന്ദ്രിയങ്ങളിലൂടെ ഈ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ സത്യമാണെന്ന ബോധത്തെ ഉണ്ടാക്കി തന്ന് അതിനോടുള്ള താല്പര്യത്തെ വർദ്ധിപ്പിച്ച് നമ്മളെ ആ ഭ്രമങ്ങളിലും അജ്ഞാനത്തിലും തളയ്ക്കുന്നതാരാ? മനസ്സാണ്. അതുകൊണ്ടാണ് മനസ്സ് പഞ്ചക്ലേശങ്ങൾ അടങ്ങിയതാണ് മനസ്സ് എന്ന് പതഞ്ജലി മഹർഷി മനസ്സിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പറയും. 5 തരം ക്ലേശങ്ങളാണ് മനസ്സിൽ നിന്ന് നമുക്ക് ഉണ്ടാകുന്നത്. 5 തരം വിഷയങ്ങളാണ്. ഏതൊക്കെയാണ് മനസ്സിന്റെ വിഷയങ്ങളെന്ന് ചോദിച്ചാൽ, മനസ്സിന്റെ വിഷയങ്ങളിലോ ഒന്ന് പ്രമാണം അല്ലെങ്കിൽ പ്രത്യക്ഷം എന്ന് പറയാം. രണ്ടാമത് വിപര്യായം, മനസ്സിലായില്ലേ? വികല്പം, അത് കഴിഞ്ഞാൽ നിദ്ര, അത് കഴിഞ്ഞാൽ സ്മൃതി. ഈ 5 ഭാവങ്ങളുടെ ഉടമസ്ഥനാണ് ആര്? മനസ്സ്. അതിൽ പ്രമാണം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ എന്താ? ഞാനിത് കണ്ടു, ഞാനിത് കേട്ടു, മനസ്സിലായില്ലേ? അപ്പൊ എൻ്റെ മുന്നിൽ മൈക്കുണ്ട്, നിങ്ങൾ ഇരിക്കുന്നവരുണ്ട്, ഇതൊക്കെ പ്രത്യക്ഷത്തിൽ ബോധ്യപ്പെടുന്നതാണ്. പ്രത്യക്ഷത്തിനാണ് മറ്റൊരു അർത്ഥം പറയുന്നത് പ്രമാണം എന്ന് പറയുന്നത്, തെളിവ്. അപ്പൊ മനസ്സ് ഇത്തരം കാര്യങ്ങൾക്ക് തെളിവ് കൊടുക്കുന്ന ആളാണ്. ആരെ? ജീവന്. മനസ്സിലായില്ലേ? ജീവനെ ബോധിപ്പിക്കും, ഞാൻ ഇന്നടത്താണ് ഇരിക്കുന്നത്, ഇന്ന ആൾക്കാരുടെ മുമ്പിൽ ഇരിപ്പുണ്ട്, ഇന്ന രീതിയിലുള്ള സ്ഥലമാണ് അല്ലേ, നമ്മൾ കാണുന്നതൊക്കെ ബോധ്യം കൊടുക്കും. അതാണ് പ്രത്യക്ഷം എന്ന് പറയുന്നത്. ഇത് മനസ്സിന്റെ ഒരു ഡ്യൂട്ടിയാണ്. മനസ്സിന്റെ മറ്റൊരു ഡ്യൂട്ടി എന്താ? വിപര്യായം. വിപര്യായം എന്ന് പറഞ്ഞാൽ എന്താ? വിപര്യായം
ഉള്ള ഒന്നിനെ മറ്റൊന്നായി കാട്ടുന്നത്. ഒരു വസ്തു ഉണ്ട്, പക്ഷെ അതിന്റെ യഥാർത്ഥ സ്വരൂപത്തെ കാട്ടില്ല, പകരം മറ്റൊന്നായി കാട്ടും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ രജു സർപ്പ സംവാദം എന്നൊരു വേദാന്ത തത്വമുണ്ട്. മനസ്സിലായില്ലേ? രജു സർപ്പ സംവാദം. അതായത് ഒരു കയറിൻ്റെ തുണ്ട് നമ്മളെ വീട്ടിൻ്റെ മുറ്റത്ത് കിടക്കുക. നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തുണ്ട് അവിടെ കിടക്കുന്നുണ്ട്. കാല് കൊണ്ട് തന്നെ തട്ടി നമ്മളങ്ങോട്ട് ചുമ്മാ തട്ടിക്കളഞ്ഞ് നടന്നിട്ട് പോരുന്നു. നമ്മൾ യാത്രയൊക്കെ കഴിഞ്ഞ് സന്ധ്യ കഴിഞ്ഞിട്ട് രാത്രി വീട്ടിലേക്ക് പോവാണ്. ഈ കയറിൻ്റെ തുണ്ട് കിടക്കുന്ന തട്ടി നമ്മൾ ഇട്ട സ്ഥലത്ത് ഇച്ചിരി ഇരുട്ടായിട്ടുള്ള വഴിയിലാണ് കിടക്കുന്നത്. നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് നമ്മുടെ കാല് വീണ്ടും ആ കയറിൻ്റെ തുണ്ടിലൊന്ന് തട്ടി. ആ കയറിൻ്റെ തുണ്ട് ഒന്ന് പൊളഞ്ഞു അല്ലേ? കയറ് തട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഒന്ന് ചലിക്കും. ഈ ചലിക്കുന്ന സമയത്ത് നമ്മുടെ ബോധം ആ കയറിൻ്റെ തുണ്ടിനകത്ത് ഇത് രാവിലെ തട്ടിയ കയറെന്നാണോ കാണിക്കുന്നത്? ആയിരിക്കുമോ? ഇതൊന്ന് പൊളഞ്ഞു കഴിയുമ്പോൾ നമുക്ക് തോന്നും പാമ്പ്. തോന്നാറില്ലേ? അത് കണ്ടുകൊണ്ട് നമ്മൾ ചാടും, ഓടും, നിലവിളിക്കും അല്ലേ? അപ്പോൾ ആരെങ്കിലും വെട്ടമായിട്ട് വരും. വെട്ടം അടിച്ചു നോക്കുമ്പോൾ അത് കയറ് നാണക്കെട്ട് കൊണ്ട് മിണ്ടാണ്ട് വിളക്കത്ത് കഴിയുമ്പോൾ പോവുകയും ചെയ്യും. അപ്പോൾ അതിനകത്ത് രജുവിനകത്ത് എന്തിനെയാണ് നമ്മൾ കണ്ടത്? സർപ്പത്തെ കണ്ടത്. ഇവിടെ രമണ മഹർഷി പറയും, മുല്ലപ്പൂ മലർമാല പോലും നാഗമായി തോന്നാം. വൈകുന്നേരത്ത് നമ്മൾ തലയും ചൂടിയ മുല്ലപ്പൂ എടുത്ത് വിറ്റത്തിട്ടു. രാത്രിയിലെ വിറ്റത്തോട്ട് ഇറങ്ങുമ്പോൾ വെളിച്ചമില്ലാത്ത അവസ്ഥയിൽ കാല് കൊണ്ട് തട്ടിയ മുല്ലപ്പൂ ഒന്ന് ചാടി, മുല്ലപ്പൂ ഒന്ന് കിടന്നൊന്ന് ഒന്ന് ഒന്ന് നനങ്ങിയാൽ ആ മുല്ലപ്പൂവിനെ ആയിരിക്കില്ല നമ്മൾ കാണുന്നത്. എന്തിനാ കാണും? പാമ്പിനെ കാണും. യഥാർത്ഥത്തിൽ പാമ്പ് അവിടെ ഉണ്ടോ? ഇല്ല. ഈ പാമ്പിനെ കാണിച്ചു തന്നതാരാ? വിഭ്രാന്തി ഉണ്ടാക്കിയതാരാ? മനസ്സ്. മനസ്സിലായില്ലേ? മനസ്സിലിങ്ങനെയുണ്ട്. വീട്ടിൻ്റെ വെള്ളിയിൽ മുറ്റത്ത് ഏതെങ്കിലും മരം മുറിച്ച മരക്കുറ്റി അവിടെ ഉണ്ടെന്ന് വെക്കുക. ഈ മരം മുറിച്ചതും മരക്കുറ്റി അവിടെ നിൽക്കൊണ്ടെന്നുള്ള എല്ലാ സമയത്തും നമ്മൾ ഓർക്കത്തില്ല. അങ്ങനെയുള്ള നമ്മൾ ഏതെങ്കിലും ഒരു ദിവസം രാത്രിയിൽ എന്തെങ്കിലും കാര്യത്തിന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നോക്കുമ്പോൾ മരക്കുറ്റിയല്ല അവിടെ ആള് നിൽക്കുന്നതായിട്ട് ചിലപ്പോൾ തോന്നാം. ഇല്ലേ? തോന്നാറില്ലേ? ഇങ്ങനെയുള്ള തോന്നും സംഭവിക്കും. ഇനി നമ്മൾ തന്നെ വീട്ടിനെ പറ്റുന്നൊരു വാഴ വെച്ചു നോക്കുക. വാഴയുടെ കൈയൊക്കെ ഒടിഞ്ഞു തൂങ്ങിയൊക്കെ അവിടെ കിടപ്പുണ്ട്. രാത്രിയിൽ പെട്ടെന്ന് ഇടിയും മഴയും മിന്നലും ഒക്കെ വന്നു. ആ സമയത്താണ് വെളിയിൽ കഴുകിയിട്ട് തുണി എടുത്തില്ല എന്ന് ഓർമ്മ വന്നു. നമ്മൾ ചാടി ഇറങ്ങി തുണി എടുക്കാൻ വെളിയിലോട്ട് ഇറങ്ങി. കാറ്റത്ത് മഴയുടെ കൈ കണ്ടിട്ട് ആട്ടി വിളിക്കുന്നതൊക്കെ തോന്നി. മിന്നൽ വന്നപ്പോൾ പെട്ടെന്നുള്ള മിന്നലിൽ വാഴയല്ല കണ്ടത്, കള്ളിയും കാട്ടി നീരി. പിന്നെ നമുക്ക് പെരക്കകത്ത് കയറാൻ വാതിൽ വല്ലതും വേണം. ചാരിയ വാതിൽ പോലും അല്ലേ തുറക്കാതെ തന്നെ നമ്മൾ അകത്ത് കയറും. എന്താ കാരണം? അകത്ത് കയറി കഴിഞ്ഞപ്പോഴാണ് ലൈറ്റ് ഇടാതാണല്ലോ ഇറങ്ങി നോക്കി ലൈറ്റ് ഇട്ട് നോക്കിയപ്പോൾ വാഴ. ഇങ്ങനെയൊക്കെ അനുദിനം സംഭവിക്കാറില്ല. ഇത് മനസ്സിന്റെ ഒരു ശൈലിയാണ്. മനസ്സിലായി? ഉള്ളതിനെ മറ്റൊന്നാക്കി കാട്ടും. ഇനി ഇതുപോലെ തന്നെ മനസ്സ് അപകടം പിടിച്ച വേറൊരു പണി, ഇല്ലാത്തതിനെ ഉള്ളതായി തോന്നിപ്പിക്കും. മനസ്സിലായില്ലേ? ഇല്ലാത്തതിനെ ഉള്ളതായി തോന്നിപ്പിക്കും. അങ്ങനെ തോന്നാറുണ്ടോ? ചിലരൊക്കെ നടന്നു പോയിട്ട് പറയുന്നത് എൻ്റെ പുറകിൽ ആരോ നടന്നു എന്നാണൊക്കെ എനിക്ക് തോന്നി. ആരും വന്നിട്ടുണ്ടാവില്ല, നമ്മുടെ തോന്നൽ കൊണ്ടാണ്. അതിനോട് അടുത്ത കാലത്ത് അങ്ങനെ ആരെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ടവർ മരിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ ആയി. മനസ്സിലായില്ലേ? ചിലർ പറഞ്ഞില്ല ആരോ വിളിച്ചതായി തോന്നി. പുറത്തിറങ്ങി ഒക്കെ ഇട്ടേ എനിക്ക് തോന്നിയതാണ്. തോന്നലുണ്ടാവും. ആരാ ഉണ്ടാക്കുന്നത്? മനസ്സാണ്. മരീചികകളെ സൃഷ്ടിക്കും. ഇല്ലാത്തത് ഉള്ളതായി തോന്നും. മണലാരണ്യത്തില് വെള്ളമുള്ളതായി തോന്നും. യഥാർത്ഥത്തിൽ അവിടെ വെള്ളമില്ല. സൂര്യന്റെ പ്രകാശം കൊണ്ട് തോന്നലുള്ളതായി. മനസ്സിലായില്ലേ? അപ്പൊ ഇല്ലാത്തതിനെ ഉള്ളതായി തോന്നിപ്പിക്കുന്നതും മനസ്സാണ്. അപ്പോൾ മനസ്സിങ്ങനെ ഒന്ന് ഉള്ളതിനെ അതുപോലെ തന്നെ തോന്നിപ്പിക്കും, പിന്നെ ഉള്ളതിനെ മറ്റൊന്നായി തോന്നിപ്പിക്കും, പിന്നെ ഇല്ലാത്തതിനെ ഉള്ളതായി തോന്നിപ്പിക്കും. അത് കഴിഞ്ഞാലോ പിന്നെ സ്മരണ അല്ലേ? മനസ്സല്ലേ സ്മരിക്കുന്നത്? നമ്മൾ സന്തോഷമായിട്ടിരിക്കുക. അന്നേരമായിട്ട് ഒരു കാര്യവും ഇല്ലാതെ പണ്ടങ്ങാണ്ട് നമ്മളോട് വഴക്കൂടി ആരെങ്കിലും ഒരു ഓർമ്മ മനസ്സിന് എടുത്ത് പുറത്തോട്ട്. അതോടുകൂടി സന്തോഷം പോയി. ആ ആൾ നമ്മുടെ മുമ്പിലില്ല. മനസ്സിലായില്ലേ? ആ ആളിനെ കുറിച്ച് ഓർത്ത് നമ്മൾ പിന്നെ ദേഷ്യമായി നമ്മുടെ മാനസികാവസ്ഥയൊക്കെ മാറി. വരുത്തില്ലേ? വരുത്തില്ലേ? പറഞ്ഞൊരു ആശയം മനസ്സിലായില്ലേ?
ഇല്ലെങ്കിൽ പണ്ടെങ്ങാണ്ടോ കടം മേടിച്ച കാശ് ആരും ചോദിക്കാൻ വന്നിട്ടില്ല, ഉടനെ മനസ്സിലത് പുറത്തിട്ട് അവയ്ക്ക് ചോദിക്കാൻ വന്നാൽ എന്തോ ചെയ്യും, പിന്നെ അതിൻ്റെ ടെൻഷനായി. മനസ്സാണ് ഇതിനെ പ്രതിധ്വനിപ്പിക്കുക. അപ്പോൾ സ്മരണം അത് സുഖവും തരും ദുഃഖവും തരും. മനസ്സിലായി? ദുഃഖം മാത്രമല്ല, ചിലപ്പോൾ കണ്ടിട്ടില്ലേ ചില ആൾക്കാർ വെറുതെ ഇരുന്ന് ചിരിച്ചോണ്ടിരിക്കുന്ന കാണാം, മുമ്പിൽ ഒന്നും കാണുന്നില്ല, പക്ഷേ ചിരിക്കുന്നതോ ആ കഴിഞ്ഞ വർഷം നടന്ന കല്യാണത്തിന് പോയ സമയത്ത് കൊടുത്ത സാരിയെ കുറിച്ച് ഓർത്തായിരുന്നു, അല്ലെങ്കിൽ അന്ന് കണ്ട ആളിനെ കുറിച്ച് ഓർത്തായിരുന്നു. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം നടന്ന ഏതെങ്കിലും, അല്ലെങ്കിൽ 10 വർഷം മുമ്പുള്ള കാര്യത്തെക്കുറിച്ച് ഓർത്ത് ചിലരിത് ചിരിക്കും. അപ്പൊ ചോദിക്കുക, എന്താ? അത് ഞാൻ പഴയ ഒരു കാര്യം ഓർത്തതാണ്. ഇതാരാ ഓർമ്മിപ്പിച്ചത്? മനസ്സാണ്. ഇനി ഇത് കഴിഞ്ഞാലോ ഒന്നും അറിയാതെ, ഒന്നിനെ അനുഭവിക്കാൻ സമ്മതിക്കാതെ നല്ല സുഖമായ ഉറക്കം, അതും ആരാ അനുഭവിക്കുന്നത്? ശരീരമല്ല ഉറങ്ങുന്നത്, ഉറങ്ങുന്ന ആരാ? മനസ്സാണ്. മനസ്സ് ബോധത്തിൽ ലയിക്കും. സ്വയം പ്രകാശിക്കാനുള്ള മനസ്സിന്റെ ഭാവത്തെ ഉപേക്ഷിച്ച് ആത്മബോധത്തിലേക്ക് ലയിക്കും. ആ സമയത്ത് സുഖവും ഇല്ല, ദുഃഖവും ഇല്ല, വിഷമങ്ങളും ഇല്ല, ടെൻഷനും ഇല്ല, പൂർണ്ണ വിശ്രാന്തി. അല്ലേ? അവിടെ ആ അബോധാവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ബോധരഹിതമായ അവസ്ഥയിലേക്ക് എത്തും. അതാണ് നിദ്ര. അപ്പൊ ഈ മനസ്സ് വിവിധ തലത്തിൽ വിവിധ വിഷയങ്ങളിലേക്ക് നമ്മളെ ബന്ധിപ്പിച്ച് ദുഃഖിപ്പിക്കുകയും സുഖിപ്പിക്കുകയും ഇല്ലാത്തത് ഉള്ളവാക്കി കാണിച്ച് അതിൻ്റെ അനുഭവത്തെയും ഉള്ളതിനെ മറ്റൊന്നാക്കി കാണിച്ച് അതിൻ്റെ അനുഭവത്തെയും പ്രത്യക്ഷത്തിലുള്ളതിൻ്റെ മറ്റനുഭവങ്ങളെയും എല്ലാം സൃഷ്ടിച്ച് നമ്മളെ ഈ പ്രപഞ്ചത്തിലിട്ട് കുഴയ്ക്കുന്നത് മുഴുവൻ മനസ്സാണ്. ആ മനസ്സിൻ്റെ ആ ഭാവം, ആ ഞാനെന്ന ഭാവത്തെ അകന്നു കഴിയുമ്പോൾ അത് ആത്മബോധത്തിലേക്ക് ഉണരും. ആ ആത്മബോധത്തിലേക്ക് ഉണരുമ്പോഴാണ് ഈശ്വരബോധം വരുന്നത്. ആ ഈശ്വരബോധമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആർജിച്ചെടുക്കേണ്ടത്. യഥാർത്ഥത്തിൽ മനസ്സ് ആത്മബോധത്തിലേക്ക് ഉണരുമ്പോൾ ആത്മബോധത്തിനകത്ത് മനസ്സ് ലയിക്കണം. കാരണം മനസ്സെന്നൊരു സാധനം യഥാർത്ഥത്തിൽ ഉള്ളതാണോ? ആണോ? ഞാനിവിടെ കൊണ്ട് മനസ്സിലായോ എന്ന് ചോദിക്കുന്നത് അത് വേറെ സത്യം. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ കേട്ടിട്ടുള്ള ചോദ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഈ ചോദ്യമായിരിക്കും. അല്ലേ? കൊച്ചുനാൾ തൊട്ടേ അച്ഛനും അമ്മയും ചോദിക്കുന്നത്, ആ പറഞ്ഞത് മനസ്സിലായോടാ, അത് ചെയ്യരുത്, മനസ്സിലായോടാ, അതിങ്ങനെ എടുത്തോണ്ട് പോടാ, മനസ്സിലായോടാ. അല്ലേ? ഇത് കഴിഞ്ഞ് സ്കൂളിൽ ചെന്നപ്പോൾ സാറന്മാരും ചോദിച്ചു മനസ്സിലായോ. അത് കഴിഞ്ഞ് നമ്മളൊരു കാര്യം തെറ്റിച്ച് ചെയ്തപ്പോൾ അമ്മ വരാൻ പറഞ്ഞ അച്ഛൻ പറയാം അവന് മനസ്സിലാവാത്തത് കൊണ്ടായിരിക്കാം, അവിടെയും മനസ്സിലായോ. ഇപ്പൊ യജ്ഞശാല വന്നപ്പോഴും ചോദിക്കും മനസ്സിലായോ. അല്ലേ? ജോലി സ്ഥലത്ത് ചെന്നാലും കൂടെ ഉള്ളവർ ചോദിക്കും ചെയ്യേണ്ട ജോലി കാര്യങ്ങളെല്ലാം മനസ്സിലായോ. ഈ മനസ്സിലായോ എന്നുള്ള ചോദ്യം നമ്മളെപ്പോഴും കേട്ടതുകൊണ്ട് കേട്ട് ഇങ്ങനൊരു സാധനം ഉണ്ട് എന്നൊരു ബോധത്തിലേക്ക് നമ്മൾ വന്നതാണ്. യഥാർത്ഥത്തിൽ മനസ്സുണ്ടോ? ഇച്ചിരി കോംപ്ലിക്കേറ്റഡായ വിഷയമാണ്. മനസ്സുണ്ടോ? ഉണ്ടോ? ഉണ്ട്. ഉണ്ടെങ്കിൽ അതിന്റെ രൂപം എന്താ? ഉണ്ടെങ്കിൽ അതിന്റെ രൂപം എന്താ? ഉള്ള വസ്തുവിന് രൂപം ഉണ്ടാവുമല്ലോ. ഇനി ഉണ്ട് എന്ന് പറയുക, എവിടെയാ മനസ്സുള്ളത്? നമ്മളത് നമ്മുടെ ഉള്ളിലാണെന്ന് പറയും. അല്ലേ? അങ്ങനെയാണെങ്കിൽ ആ മനസ്സിന്റെ സ്ഥാനം എവിടെയാ? ഉള്ളതാണെങ്കിൽ അതിന് രൂപം ഉണ്ടാവണം, അതിനൊരു സ്ഥാനം ഉണ്ടാവണം. നമ്മുടെ ശരീരത്തിലെ ഓരോ ചെറിയ കോശങ്ങളെ വരെ എടുത്ത് കൃത്യമായി സ്കാൻ ചെയ്ത് റിപ്പോർട്ട് എടുക്കുന്ന MRI സ്കാനിങ്ങും അൾട്രാ സ്കാനിങ്ങും ഒക്കെ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ടല്ലേ. ഒരു അസുഖം വന്ന ഹോസ്പിറ്റലിൽ ചെന്നാൽ അല്ലേ, നമ്മുടെ ശരീരത്തിലെ ഒരു ചെറിയ സൂക്ഷ്മമായ കോശത്തെ പോലും എടുത്ത് ആ കോശത്തിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന രോഗകാരണത്തെ കണ്ടെത്തുന്ന തരത്തിൽ ഇന്നത്തെ ശാസ്ത്രം വികസിച്ചിട്ടുണ്ട്. ഈ ഏതെങ്കിലും ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിന്റെ രൂപവും മനസ്സിന്റെ സ്ഥാനവും ഇന്നതാണ് എന്ന് ഏതെങ്കിലും സ്കാനിങ്ങിലൂടെ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇനി അങ്ങനെ കണ്ടുപിടിക്കാൻ പ്രതീക്ഷ ഉണ്ടെങ്കിൽ കാശ് ഞാൻ തരാം, പോയി കണ്ടുപിടിച്ചിട്ട് വന്നാലും കുഴപ്പമില്ല. സ്കാൻ ചെയ്യാനുള്ള കാശ് ഞാൻ തരാം. ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ സ്ഥാനം എവിടെയാണ്? ഉള്ളിലാണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉള്ളിലുള്ളതെല്ലാം എവിടെയായിരിക്കുന്നത് വളരെ കൃത്യമായിട്ട് നമ്മൾ എത്രയോ ക്ലാസ്സുകളിൽ ഇരുന്ന് പഠിച്ചിട്ടുള്ളതാണ്. ചെറിയ ഗ്ലാൻസ് വരെ എവിടെയായിരിക്കുന്നത് കൃത്യമായിട്ട് നമ്മുടെ ശരീരശാസ്ത്രത്തിൽ അനാട്ടമിയിൽ പഠിക്കാറുണ്ട്, ബയോളജി പഠിക്കാറുണ്ട്. ഇല്ലേ? തലയിലാണ്.
തലയിലുള്ള സാധനം ആകെ സെറിബെല്ലോ മെഡല ഉണ്ടാകില്ല. അതിനിടയ്ക്ക് പിന്നെ വേറൊരു സാധനം ഇരിക്കുന്ന സ്ഥലം കിട്ടിയിട്ടില്ല. അപ്പൊ പിന്നെ മനസ്സിന്റെ സ്ഥാനം എവിടെയാ? ഇനി മനസ്സിന്റെ സ്വഭാവം എന്താ? അത് നിർണയിക്കപ്പെട്ടിട്ടില്ല. മനസ്സിലായില്ലേ? കൃത്യമായ ഒരു സ്വഭാവം എന്ന നിലയിൽ മനസ്സിന്റെ സ്വഭാവവും നിർണയിക്കപ്പെടില്ല. യഥാർത്ഥത്തിൽ മനസ്സെന്ന് പറയുന്നത് ഇല്ലാത്ത ഒന്നാണ്. ഇല്ലാത്ത ഒന്ന് ഉള്ളതായുള്ള തോന്നലിൽ ഭ്രമത്തിൽ ഉളവാകുന്നതാണ്. യാഥാർത്ഥ്യത്തിൽ ഇല്ലാത്തതും ഉള്ളതായുള്ള ബോധത്തെ ജനിപ്പിക്കുന്നതുമാണ് മനസ്സ്. അപ്പൊ നിങ്ങളൊരു ശാന്തമായി കിടക്കുന്ന കുളം, നല്ല തെളിഞ്ഞ അന്തരീക്ഷം, അതിലേക്കൊരു കല്ല് വീണാൽ ആ ജലത്തിൽ എന്തുണ്ടാവും? ഓളം ഉണ്ടാവും. യഥാർത്ഥത്തിൽ ആ ഓളം അതിനു മുമ്പ് കല്ല് വീഴുന്നതിന് മുമ്പ് അതിലുണ്ടോ? ഇല്ല. അപ്പൊ എന്തിനെ ആശ്രയിച്ചിട്ടാണ്? കല്ല് വീണതിനെ ആശ്രയിച്ചിട്ടുണ്ടായതാണ്. കല്ല് വീണില്ലായിരുന്നെങ്കിലോ? ഇല്ല. അത് മനസ്സിലല്ലേ? ഇങ്ങനെയുള്ള വിഷയത്തെയാണ് പ്രാതിഭാസികം എന്ന വാക്കുകൊണ്ട് പറയുന്നത്. പ്രാതിഭാസികം എന്ന് പറഞ്ഞാൽ ഒന്നുള്ളത് കൊണ്ട് ഉളവാകുന്നതും അതില്ലാണ്ടായാൽ ഇല്ലാതാകുന്നതും. അത് മനസ്സിലായില്ലേ? ഇപ്പൊ ഈ ശബ്ദം പ്രാതിഭാസികമാണ്. കറണ്ട് ഉള്ളത് കൊണ്ടാണ് ഈ ശബ്ദം നിങ്ങളുടെ അടുത്ത് വരെ എത്തുന്നത്. ഈ കറണ്ട് ഇല്ലാണ്ടായാൽ ഈ ശബ്ദമില്ല, ഈ ശബ്ദതയുള്ളൂ. അത് കേൾക്കാൻ പറ്റണമെന്ന് വരുന്നില്ല. അത് മനസ്സിലായില്ലേ? ഇപ്പൊ നിങ്ങൾ അനുഭവിക്കുന്ന കാറ്റ് പ്രാതിഭാസികമാണ്. എന്തിനെ ആശ്രയിച്ചിട്ടാണ്? ഫാനെ ആശ്രയിച്ചിട്ടാണ്. ഈ ഫാൻ അവിടെ ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ അതിലേക്ക് കറണ്ട് ഇല്ല എങ്കിൽ, ആ ഫാൻ അവിടെ ഉണ്ട് പക്ഷെ കറണ്ട് ഇല്ല എങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ആ കാറ്റിനെ അനുഭവിക്കൂ. അപ്പം ഒന്നിനെ ആശ്രയിച്ചിട്ട് ഉളവാകുന്നതും ആശ്രയിക്കപ്പെടുന്ന വസ്തു ഇല്ലാണ്ടായാൽ ഇല്ലാണ്ടാവുന്നതുമാണ് മനസ്സ്. അപ്പൊ നമ്മൾ റോഡിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. റോഡിലോട്ട് ഇറങ്ങി നിൽക്കുമ്പോൾ പക്ഷെ നമ്മൾ മനസ്സ് എൻ്റേതാണെന്നൊക്കെയാണ് പറയുന്നത്. എല്ലാം എൻ്റേതെന്ന് പറഞ്ഞാൽ എല്ലാം നമ്മുടേതല്ല. അപ്പൊ നിങ്ങൾ എൻ്റെ കൈ, എൻ്റെ കാല്, എൻ്റെ തല എന്നൊക്കെ പറയും. ഈ കയ്യിലോ കാലിലോ ആരെങ്കിലും ചവിട്ടിയാൽ നമ്മൾ നിലവിളിക്കുക. വിളിക്കില്ലേ? വിളിക്കത്തില്ലയോ? വിളിക്കും. നിങ്ങൾ ഇവിടുന്ന് വള്ളിക്കഴി ജംഗ്ഷനിൽ പോയി ബസ് കയറാൻ നിൽക്കുക. സൂര്യപ്രകാശം അടിച്ച് നിങ്ങളുടെ നിഴലിൽ റോഡിലോട്ട് ഇങ്ങനെ കിടക്കുക. പെട്ടെന്നാണ് ആലപ്പുഴയിലേക്ക് വന്ന സൂപ്പർ ഫാസ്റ്റ് നിങ്ങളുടെ നിഴലിനകത്തൂടെ കയറിപ്പോയി. അയ്യോ എൻ്റെ നിഴലിനെ വണ്ടി ഇടിച്ചെന്ന് പറഞ്ഞ് ഇന്ന് വരെ നിങ്ങൾ കരഞ്ഞിട്ടുണ്ടോ? എൻ്റെ നിഴൽ തന്നെയല്ലേ അത്. എൻ്റെ കയ്യിലോ എൻ്റെ കാലിലോ വണ്ടി ഇടിച്ചാലുള്ള വേദന എന്തുകൊണ്ടാണ് എൻ്റെ നിഴലിനെ ഇടിച്ചപ്പോൾ ഇല്ലാത്തത്? നിഴലില്ലാത്തതല്ലോ, നിഴലുള്ളതല്ലേ? അല്ലേ? ആണോ? ആണ്. അപ്പൊ പിന്നെന്താ നിങ്ങൾ കരയാഞ്ഞത്? നിങ്ങളുടേതാണെങ്കിൽ നിങ്ങൾ കരയണ്ടേ? യഥാർത്ഥത ഇല്ലാത്തതാണ്. വെളിച്ചത്തെ ആശ്രയിച്ച് ഉള്ളതായി ഭ്രമിപ്പിക്കുന്നതാണ്. മനസ്സിലായില്ലേ? ഓപ്പോസിറ്റ് സൈഡിൽ സൂര്യപ്രകാശം ഇല്ലെങ്കിൽ, കിഴക്കുന്ന സൂര്യപ്രകാശം ഇല്ലെങ്കിൽ വടക്കോട്ട് അല്ല പടിഞ്ഞാറോട്ട് നിങ്ങളുടെ നിഴൽ റോഡിലോട്ട് കിടക്കുവോ? പറഞ്ഞാൽ ആശയം മനസ്സിലായില്ലേ? ആ സൂര്യപ്രകാശത്തെ ആശ്രയിച്ചിട്ട് ഉളവാക്കപ്പെടുന്ന നിഴലല്ലേ അത് റോഡിലോട്ട് കിടക്കുന്നത്. ഈ സൂര്യപ്രകാശം ഓപ്പോസിറ്റ് സൈഡിൽ ഇല്ലെങ്കിൽ നിഴലുണ്ടോ? ഇല്ല. അപ്പൊ ഇവിടെ മനസ്സ് എന്തിനെ ആശ്രയിച്ചിട്ടുള്ളത്? ചിന്തയെ ആശ്രയിച്ചിട്ടാണ്. ചിന്തയില്ലെങ്കിൽ മനസ്സില്ല. മനസ്സിലാവുന്നുണ്ടോ? ചിന്ത ഇല്ലെങ്കിൽ മനസ്സില്ല. ഈ ചിന്തകൾ അടിക്കടി കയറുന്നത് കൊണ്ടാണ് ഈ മനസ്സ് നിശ്ചലമല്ലാതെ നമ്മളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒന്നിന് മാറുന്നതിന് അടുത്തത് കയറും. ഞാനിപ്പോൾ വള്ളിക്കീഴിനെ പറഞ്ഞു ഇവിടെ തിരിച്ചു. പക്ഷെ ചിലർ വള്ളിക്കീഴിന് കാവനാട്ടോട്ടോ പോയിക്കൊണ്ടിരിക്കുന്നു. ചിലരുടെ മുഖം കണ്ടാൽ ഇപ്പോഴും അറിയാം അവർ വീട്ടുകാരെ എത്താതായിട്ടുണ്ടോ. മനസ്സിലായില്ലേ? ചിലർ ആലപ്പുഴ സൂപ്പർ ഫാസ്റ്റ് വന്നപ്പോഴേ ആലപ്പുഴയുടെ അപ്പച്ചയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പൊ ചിന്തകള് അല്ലെ നമ്മളെ സഞ്ചരിപ്പിക്കുന്നത്. ചിന്തകളെ ആശ്രയിച്ചിട്ടാണ്. നിദ്രയില്ല. അതുകൊണ്ട് മനസ്സുള്ളതായി നമ്മൾ അനുഭവിക്കുന്നില്ല. നിദ്രയിൽ ചിന്തകളുണ്ടോ? ചിന്തകൾ വന്നാൽ അത് സ്വപ്നമെന്ന അവസ്ഥയായി. നമ്മൾ സ്വപ്നം, ജാഗ്രത, സുഷുപ്തി നമ്മൾ തുടക്കത്തിൽ തന്നെ ചർച്ച ചെയ്ത വിഷയമാണ്. ഇന്ദ്രിയങ്ങളെ കൊണ്ട് ബാഹ്യ വിഷയത്തെ അനുഭവിക്കുന്നത് ജാഗ്രതവും, ഇന്ദ്രിയങ്ങളുടെ സഹായത്തെ കൂടാതെ വിഷയങ്ങളെ പ്രപഞ്ച വിഷയത്തെ അനുഭവിക്കുന്നത് സ്വപ്നവും, ഇന്ദ്രിയങ്ങളുടെയും സഹായമില്ലാതെ സ്വയവും ബാഹ്യ പ്രപഞ്ചത്തെ അനുഭവിക്കാത്തത് സുഷുപ്തി.
ഓർമ്മയുണ്ടോ? അപ്പൊ അതുകൊണ്ട് തന്നെ മനസ്സ് യഥാർത്ഥത്തിൽ ആ ബോധത്തിലേക്ക് ചേരുന്ന അവസ്ഥയിൽ മനസ്സ് എന്നതിന്റെ സ്വത്വബോധം നഷ്ടപ്പെടുന്നു. ആ ബോധത്തിലേക്ക്, ആത്മബോധത്തിലേക്ക് നമ്മൾ എത്തുന്ന കാലം വരെ മനസ്സിന് നമ്മളിൽ സ്ഥാനമുള്ളൂ. ആത്മബോധത്തിലേക്ക് എത്തിയാൽ പിന്നെ ചിന്തകൾ നമ്മളെ നിയന്ത്രിക്കില്ല, പകരം നമ്മൾ ചിന്തകളെ നിയന്ത്രിക്കും. മനസ്സിലായില്ലേ? അതിനാണ് മെഡിറ്റേഷൻ എന്നൊക്കെ പറയുന്നത്. ചിത്തവൃത്തി നിരോധ ഇത് യോഗ. ചിത്തവൃത്തികളെ നിരോധിക്കുക. ചിത്തം എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ വൃത്തി എന്ന് വെച്ചാൽ ചിന്തകളെ നിരോധിക്കൽ ഇത് യോഗ. എന്താണ് യോഗ എന്നുള്ളത് നിർവചനമാണ്. ഇപ്പൊ ചിന്ത നമ്മളെ നിയന്ത്രിക്കുകയാണോ, നമ്മൾ ചിന്തയെ നിയന്ത്രിക്കുകയാണോ? ഇപ്പൊ നമ്മളെ ചിന്ത നിയന്ത്രിച്ചുകൊണ്ടിരിക്കണം. ആ ചിന്തകൾ നമ്മളെ നിയന്ത്രിക്കുന്ന അളവ് കുറയ്ക്കുന്നതിനാണ് പണ്ട് കാലത്തെ നമ്മുടെ പൂർവികര് ഈ ചിന്താമരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഭഗവാനെ നാമം ജപിക്കാൻ പറഞ്ഞ സദാസമയത്തും. എന്താ കാരണം? സദാസമയത്തും നമ്മൾ ഒന്നിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് നാമം ജപിച്ചാൽ വിവിധ വിഷയങ്ങളിലേക്ക് അലയുന്നതിനെ കുറച്ച് കൊണ്ടുവരാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പൊ നമ്മുടെ മുന്നിൽ ആ ഒരു ചിന്തകളെ കുറച്ച് വേഗമാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു തന്ത്രമാണ്, ഒരു ഉപാധിയാണ് വിഗ്രഹങ്ങൾ എന്ന രൂപത്തിൽ ഭഗവാനെ പ്രതിഷ്ഠിച്ചു തന്നത്. ആ രൂപത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ വരും. നാമം ജപിക്കുമ്പോൾ മറ്റ് ഭാവ്യ വിഷയങ്ങളിലേക്ക് പോകാതെ നമ്മുടെ മനസ്സുള്ളിൽ ഇങ്ങനെ നിൽക്കും. അതിനാണ് ഈ ഇഷ്ടദേവതാ മന്ത്രജപം. എല്ലാ സമയത്തും ഈ അത്തരത്തിലുള്ള ആത്മബോധത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവര് ഗുരുക്കന്മാരൊരു മന്ത്രം ദീക്ഷയായി സ്വീകരിക്കാറുണ്ട്. മന്ത്രദീക്ഷ എന്ന് പറയും. അവർ പിന്നെ എല്ലാ സമയത്തും എന്ത് ചെയ്യും? ഈ മന്ത്രം ജപിക്കും. ആദ്യം ഉറക്ക ജപിക്കും, കുറെ നാൾ കഴിഞ്ഞാൽ ചുണ്ടനക്കി ജപിക്കും, കുറെ നാൾ കഴിഞ്ഞാൽ ഉറക്കയും ചുണ്ടനക്കേണ്ട ആവശ്യമില്ല, പുറമേ ശബ്ദം വരില്ല. അവരെ ഉള്ളിൽ ആ നാമം ഇങ്ങനെ ജപിച്ചുകൊണ്ടേയിരിക്കും, മുഴയും. കുറെ കഴിയുമ്പോൾ ആ നാമം ഈ ആദ്യം എന്ത് ചെയ്യും? മനസ്സിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ്, മറ്റുള്ളതിലേക്ക് പോകാതെ ഉറക്ക ജപിക്കുന്നത്. മനസ്സിലായില്ലേ? ശക്തിയായിട്ട് കുറെ നാൾ കഴിയുമ്പോൾ ചുണ്ടനക്കി അവസാനം ഈ മനസ്സിന്റെ സ്പന്ദനം തന്നെ നാമജപമായി മാറും. അങ്ങനെ നാമജപം 3 തരത്തിലുണ്ട്. ഇതിൽ 3ാമത്തെ തരത്തിലെത്തുമ്പോഴാണ് നമ്മൾ ചിന്തകളെ നിയന്ത്രിച്ച് മനോജപം മാരുത തുല്യ വേഗം എന്നൊക്കെ പറയുന്ന ആ മനസ്സിന്റെ ജയത്തിലേക്ക് എത്തപ്പെടുന്നത്. അത്തരമൊരു അവസ്ഥയിലേക്കാണ് നമ്മളും എത്തപ്പെടേണ്ടത്. ബാഹ്യമായ ശക്തിയിലോ ശാരീരിക ബലത്തിലോ മറ്റുള്ളവരെ ആശ്രയിക്കാനുണ്ട് എന്നുള്ള അഹങ്കാരത്തിലോ ഉള്ള കാലത്തോളം പരിപൂർണ രക്ഷയുണ്ടാവില്ല. പൂർണ്ണരക്ഷയ്ക്ക് ആരെ ആശ്രയിക്കണം? ഭഗവാനെ ആശ്രയിക്കണം. അതാണ് ഗജേന്ദ്രൻ നമ്മളെ ബോധ്യപ്പെടുന്നത്. ഇവിടെ ഗജേന്ദ്രൻ ജീവന്റെ സ്വരൂപമാണ്. മനസ്സിലായില്ലേ? ആ ജീവന്റെ സ്വരൂപത്തിലായതുകൊണ്ടാണ് മറ്റുള്ളവരെയൊക്കെ ആശ്രയിച്ച് രക്ഷപ്പെടാമെന്നുള്ള ബോധത്തിൽ ആ ഗജേന്ദ്രൻ നിലനിന്നത്. ആ ഗജേന്ദ്രൻ വന്നു ചേർന്ന ത്രിഗുണ പർവ്വതം എന്ന് പറയുന്നത് ത്രിഗുണങ്ങളാകുന്ന ഭാവങ്ങളാണ്. തമോ ഗുണം, രജോ ഗുണം. അതല്ലേ പ്രപഞ്ചത്തെ ചമച്ചിരിക്കുന്നത്? ത്രിഗുണങ്ങളാലാണ് പ്രപഞ്ചം ചമയ്ക്കപ്പെട്ടിരിക്കുന്നത്. അതാണ് ഓംകാരമായ പൊരുൾ 3ആയി പിരിഞ്ഞുടനെ ആങ്കാരമായതിനു താൻ തന്നെ സാക്ഷി അത് ബോധം വരുത്തുവതി നാളായി നിന്ന. 2 പേര് ഉറക്കത്തിൽ നിന്നുള്ളത് ശബ്ദം കൂടിയോ? അതൊരു ഭാഗ്യം. ഉണർന്നപ്പോൾ നാരായണ എന്നുള്ള കേൾക്കില്ല. എന്തൊക്കെ ടെക്നിക്ക് വേണമെന്നറിയാവോ? യജ്ഞശാലയിലൂടെ മുന്നോട്ട് പോകണം. ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ഇവിടെ നിന്ന് പറയുമ്പോഴേ നമ്മളെ നേരെ നോക്കിയിരുന്ന് ഉറങ്ങാൻ ഒരു നാണവും മാനവും. അപ്പോൾ പിന്നെ ഉണർത്താതിരിക്കുന്നത് മോശമല്ലേ? എന്തായാലും ഇവിടെ ഉണർന്നവർ ചിരിച്ചോ? കാര്യത്തെ മറ്റുള്ളവരെ അറിയുമല്ലെങ്കിൽ ആരാ ഉറങ്ങിയത്? നിങ്ങളെ കൂടെ ചിരിച്ചാൽ വിചാരിക്കും നിങ്ങളല്ല വേറെ ആളാണ്. അപ്പൊ അതൊരു പ്രശ്നമില്ല. അപ്പൊ ഇവിടെ ഈ ത്രിഗുണമാകുന്ന ത്രിഗുണ പർവ്വതത്തിന്റെ താഴ്വാരത്തില് അതിൽ രൂപപ്പെടുന്നതാണ് ഈ സംസാര സാഗരം, ജീവിതം. അതാണ് ആ സരസ് എന്ന് പറയുന്നത്. മനസ്സിലായി? തടാകം എന്ന് പറയുന്നത്. ആ ജലത്തിൽ എപ്പോൾ വേണമെങ്കിലും ജീവൻ മുങ്ങിപ്പോകാം. ആ ജീവനെ താഴേക്ക് മുക്കാൻ പ്രാരാബ്ദം എല്ലാ ജീവന്റെ കാര്യത്തിലും പിടികൂടും. അതാണ് അവിടെ മുതല. പ്രാരാബ്ദത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ ശാരീരികമായ ശക്തി കൊണ്ടോ ഞാനെന്ന ഭാവം കൊണ്ടോ സാധിക്കില്ല. ആ പ്രാരാബ്ദങ്ങളിൽ നിന്ന് മുക്തി നേടണമെങ്കിൽ ഏതൊരു ശക്തിയെ കൊണ്ടേ സാധിക്കൂ?
ഈശ്വരൻ എന്ന ആത്മശക്തി കൊണ്ടേ സാധിക്കൂ. ആ ആത്മശക്തിയെ ഉണർത്തേണ്ടതിന്റെ പ്രാധാന്യമാണ് ഗീതയിൽ പഠിപ്പിച്ചത് ഗജേന്ദ്ര മോക്ഷം. അപ്പം വെറും ഒരു ആനയ്ക്ക് മോക്ഷം കൊടുത്തതാണോ? ഇത്രയൊക്കെ ഉണ്ടായിരുന്നെന്ന് അറിയില്ലായിരുന്നു.